ഒരാൾ നന്നാവണമെന്ന് വിചാരിച്ച് മാന്യമായിട്ട് നന്നാവാൻ വരുമ്പോൾ അതിന് മുഖം തിരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് അള്ള കൊടുക്കുന്ന ശിക്ഷയാ, നരകത്തിൻ്റെ ചുടുവെണ്ണീർ അവൻ്റെ തൊണ്ടയിൽ അള്ള നിറയ്ക്കും. എന്നിട്ട് റസൂലുള്ള കാണിച്ചു കൊടുക്കുക, ആ തൊണ്ടയിലൂടെ പോകുന്ന ആ ഉമിനീരടക്കമുള്ള അവൻ്റെ വേരുകൾ പോകുന്ന ഭാഗം മൊത്തം അത് ഉരുക്കിക്കളയും. ഇതാണ് കുടുംബത്തിൽ പിണങ്ങി നന്നാക്കാൻ മനസ്സ് കാണിക്കാതെ നടക്കുന്നവർക്ക് അള്ള നിശ്ചയിച്ച ഖബറിലെ ശിക്ഷ. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, കുടുംബം നന്നാക്കണം എപ്പോഴും. ഏത് ബന്ധമാണോ നമുക്കൊരു പ്രയാസം, ഒരു മടിയും വിചാരിക്കണ്ട. കാരണം തോൽക്കാൻ പറ്റുന്ന ലോകം ഈ ദുനിയാവ് മാത്ര. നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിൽ മഹ്ശറ മൈതാനിയിൽ അള്ളാഹു നമ്മളെ മുൻപിൽ നിർത്തിയിട്ടാണ് അത് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് പൊരുത്തം വാങ്ങാൻ പറ്റൂല. അവിടെ നമുക്കൊന്ന് പുഞ്ചിരിക്കാൻ പോലും പറ്റൂല. അതേ റബ്ബ് പറഞ്ഞിട്ടുള്ളൂ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി. അന്ന് നിങ്ങൾ ഓടും, മക്കളെ വിട്ടോടും, കുടുംബത്തിനെ വിട്ടോടും. ആ ഓടുന്ന ലോകത്ത് നിങ്ങൾക്ക് പൊരുത്തം വാങ്ങാനോ കൈപിടിക്കാനോ സലാം പറയാനോ പുഞ്ചിരിക്കാനോ ആ ലോകത്ത് പടച്ച റബ്ബിന്റെ കാരുണ്യം ലഭിക്കില്ലെങ്കിൽ ഈ ദുനിയാവ് കിട്ടുന്ന സമയത്ത് നന്നായേക്കണം. അതല്ല, എനിക്ക് എന്തിൻ്റെ കുറവാ, ഞാൻ ഓൻ്റെ ചെലവിലല്ലല്ലോ, എൻ്റെ 2 പെൺകുട്ടികളെ ഞാൻ കെട്ടിച്ചില്ലേ, പിന്നെ എൻ്റെ ആൺകുട്ടികളൊക്കെ നല്ല നിലയിലല്ലേ, ഇനി എന്നോട് എന്തേണ്ടോ എൻ്റെ അടുത്ത് വരട്ടെ, എൻ്റെ പുരയിൽ വരട്ടെ എന്ന അഹങ്കാരമാണെങ്കിൽ മയ്യത്ത് സ്കരിക്കാൻ പള്ളിയിൽ ആളുണ്ടാവും, ഒരൊറ്റ മലക്ക് പോലും ഖബറിൽ തിരിഞ്ഞു നോക്കൂല. ഒരു മലക്ക് പോലും പടച്ച റബ്ബിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ വരൂല. കുടുംബ ബന്ധം മുറിച്ചാൻ ഖബറിൽ കിടന്ന മലക്കൾ അറയ്ക്കുന്ന, വെറുക്കുന്ന, എന്നിട്ടവര് പരസ്പരം പൈചാരിക്കൊണ്ട് പ്രാഗിക്കൊണ്ട് പറയും, ഒൻ്റെ മനുഷ്യ ഇത്രയൊക്കെ നല്ലത് ചെയ്തിട്ടും എന്തുകൊണ്ട് ആ കുടുംബം നന്നാക്കിയില്ലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പുണ്ട്. എന്തിനാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ്? സഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിങ്കളും വ്യാഴവുമാണ് നമ്മൾ ചെയ്ത അമലുകൾ അള്ളാൻ്റെ അടുത്തേക്ക് മലക്കൾ കൊണ്ടുപോവുക. തിങ്കളാഴ്ച ഇശാ നമസ്കാര ശേഷവും വ്യാഴാഴ്ച ഇശാ നമസ്കാര ശേഷവും അങ്ങനെ കൊണ്ടുപോകുന്ന മലക്കുകൾ ചിലരുടേത് കൊണ്ടുപോകുമ്പം ആകാശത്തിൻ്റെ 1ാമത്തെ വാതിൽ തുറക്കുന്നില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഹദീസിലുള്ളതാ, അള്ളാൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തിയതാ. 1ാമത്തെ വാതിലിൻ്റെ അരികിൽ നിന്ന് ആ മലക്കുകൾ റബ്ബിനോട് പറയും, പടച്ചോനെ ഇപ്പം എന്നെയാന്ന് കരുതുക, അൻസാറാണ്, നല്ലോണം നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വെച്ചിട്ടുണ്ട്, സുന്നത്തോമ്പ് എടുത്തിട്ടുണ്ട്, ഖുർആൻ ഓതിയിട്ടുണ്ട്, എന്നിട്ടും ഇയാളുടെ അമലിന് വേണ്ടിയിട്ട് എന്താ റബ്ബേ ഈ അള്ളാൻ്റെ കവാടം തുറക്കാത്ത റബ്ബേ? എന്തുകൊണ്ടാ പടച്ചോനെ ഇവൻ്റെ അമൽ എനിക്ക് വേണ്ടാത്ത? അള്ള ഏയാൻ ആകാശത്തുനിന്ന് കൽപ്പന കൊടുക്കും, കദിപ്ത കള്ളനാണവൻ. അത്ഭുതത്തോടെ മലക്കൾ ചോദിച്ചു. അതേ ചോദ്യം റസൂലിനോട് സഹാബത്തും ചോദിച്ചു, നബിയേ അള്ള കള്ളനാന്ന് പറയാനുള്ള കാരണം എന്താ? അള്ളാൻ്റെ പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, അവൻ കുടുംബത്തിൽ ആരോടോ പിണങ്ങി ജീവിക്കുന്നതുകൊണ്ട്, അവൻ കുടുംബത്തിൽ ആരോടോ മനസ്സിൽ അലോഗ്യം വെച്ച് ജീവിക്കുന്നവനായതുകൊണ്ട് അള്ളാഹു പറയും, കുടുംബ ബന്ധം മുറിച്ചവർ കള്ളന്മാരാ, അതുകൊണ്ട് അവർക്ക് അള്ളാൻ്റെ അടുത്തേക്ക് പ്രത്യേകിച്ച് സ്ഥാനമില്ലാന്ന്. അത്രക്ക് ഗൗരവമുണ്ട് കുടുംബം നന്നാക്കുക എന്നുള്ളത്. നമ്മളെ നിസ്കാരവും നോമ്പും ഒക്കെ ഒന്ന് ക്ലിയറാ. പക്ഷെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനതങ്ങ് ക്ഷമിച്ചേക്കട്ടെ, ഞാനങ്ങ് നന്നാവട്ടെ, ഞാനൊരു ചിരി കൊടുത്താലോ സലാം പറഞ്ഞാലോ അത് തീരെങ്കിൽ അങ്ങ് തീരട്ടെ, ന്യായം എൻ്റെ പക്ഷത്താണെങ്കിലും പടച്ചോൻ എനിക്ക് വേറെ വഴിക്ക് തരും, എന്നോട് അനീതി കാണിച്ചവർക്ക് അള്ള കൊടുത്തോളും എന്ന ഒരു ബോധത്തോടുകൂടി എല്ലാ ബന്ധങ്ങളും നന്നാക്കാൻ സാധിക്കണം. ഇന്ന് എത്രയോ മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണക്കില്ല. ഈ മക്കൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, മര്യക്കള്. പല മക്കളും മര്യക്കളും രക്ഷിതാക്കളും തമ്മിൽ പിണക്കില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്കൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മക്കളുടെ പേരിൽ അഹങ്കരിച്ചവരാ പല മാതാപിതാക്കളും. ചില വാപ്പാരൊക്കെ ആവേശത്തോടെ പറയും, എനിക്ക് 4 ആൺകുട്ടികളാ, കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ, കെട്ടിക്കൊണ്ടുപോകാനില്ല എന്ന്. ഇന്ന് 4 എണ്ണല്ല, 1-ലധികം ഉണ്ടായിപ്പോയതിൻ്റെ കണ്ണീര് പല കുടുംബങ്ങളും അനുഭവിക്കുന്നുണ്ട്. ആദ്യം മരിച്ചത് വാപ്പയാണേ, വാപ്പാനെ കബറിൽ വെച്ച് തിരിച്ചു പോരുമ്പം പിന്നെ അനാഥ. ഓരോരുത്തരും നാട്ടു നടപ്പും മാമൂലും പറഞ്ഞ് രക്ഷിതാക്കൾ അവഗണിച്ചുകൊണ്ടിരിക്കുക. ഒരു ഉമ്മാക്ക് 5 മക്കളെ നോക്കാൻ പറ്റും, ഒരു വാപ്പാക്കും ഉമ്മാക്കും കൂടിയും 10 മക്കളെ നോക്കാൻ പറ്റും. പക്ഷെ 10 മക്കൾക്കും കൂടി ഒരു ഉമ്മാനെ നോക്കാൻ പറ്റണില്ല. മരിച്ച വാപ്പാന്റെ മയ്യത്തിന്റെ മറമാടുന്നതിന്റെ മുൻപ് തന്നെ മക്കൾ ഉമ്മാന്റെയും വാപ്പാന്റെയും പേര് തമ്മിൽ തുടങ്ങും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കുടുംബങ്ങളിൽ ആ രക്ഷിതാക്കൾ സങ്കടവും കണ്ണീരുമായിട്ട് ജീവിക്കുന്നത്, എത്ര ആളുകൾക്ക് ആ ബേജാറ് പറയാനുള്ളത്. ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെയാ പല രക്ഷിതാക്കളും. 4 മക്കളുണ്ടെങ്കിൽ
മരിച്ച വാപ്പാന്റെ വീതം വെച്ച സ്വത്ത് കഴിഞ്ഞാൽ പിന്നെ മാമൂല. അന്നൊന്നും മക്കൾക്കൊരു തിരക്കുണ്ടാവില്ല. വീടെടുത്ത് മാറിയോനും ഒറ്റക്ക് പാർത്തോനും ഒക്കെ വരും വാപ്പാന്റെ സ്വത്ത് വീതിക്കും തന്ന്. അവസാനം എണ്ണം പറഞ്ഞ് കണക്ക് പറഞ്ഞ് സ്വത്ത് അവനാന്റെ പേരിലാക്കും. അത് കഴിഞ്ഞാൽ ചില മക്കൾക്കൊരു ചോദ്യചിഹ്നം, മാനെന്തോക്കും? ഉടനെ മൂത്തോൻ ഇളയോനോട് പറയും, നാട്ടു നടപ്പനുസരിച്ചിട്ട് തറവാട് വീട്ടിലാണ് ഉമ്മാര് നിൽക്കണ്ടേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കട്ടെ. ഇളയോൻ മൂത്തോനോട് പറയും, ഉമ്മാന്റെ കൈത്ത് കിടന്ന മാല വിറ്റിട്ടല്ല എമ്മൻകാട 3 സെന്റ് വാങ്ങി തന്ന്, ഒരു 3 മാസം ഇയ്യുണ്ടോയി നോക്കിക്കോ. മൂത്തോൻ ഇളയോളോട് പറയും, ബാപ്പ എനിക്ക് തന്നിട്ടല്ലേ കെട്ടിച്ചു വിട്ട്, 2 മാസം ഇയ്യുണ്ടോയി നോക്ക്. അവസാനം ഫുട്ബോൾ കോർട്ടിലെ പന്തിന്റെ മാതിരി മക്കൾ വിളിച്ചെടുക്കുന്ന ഓട്ടോയിൽ ഉള്ള കവറിൽ സാധനവും പിടിച്ച് തെണ്ടി ജീവിക്കുന്ന എത്ര മുഅ്മിനീൻ കുടുംബങ്ങൾ ഉണ്ടെന്നറിയോ? എത്ര രക്ഷിതാക്കളുണ്ടെന്നറിയോ? ഞാനൊക്കെ ഈ ഖുതുബക്ക് കയറാൻ നേരത്ത് ചില മക്കൾ വന്നിട്ട് കൈയടിച്ചിട്ട് പറയും, ഉസ്താദേ ഒന്ന് ദ്വാരിക്കണം. ആർക്ക്? പാക്ക് ഉമ്മാക്ക്. ഞാൻ ചോദിക്കും, എന്തേ? അല്ല, അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കത്ത് കാണുന്നു, ഒരു സങ്കടം. ഈ വാപ്പനിമ്മനെ പറ്റിയും അവരെ മരണശേഷം പറയുമ്പോഴേക്കും ഒരു മകൻ കരയുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നല്ല നിലക്കോനോ എൻ്റെ വാപ്പനിമ്മനെയും പറഞ്ഞയച്ചിട്ടില്ല. നല്ല നിലക്ക് പറഞ്ഞയച്ച ഒരു മക്കൾക്കും വാപ്പയിമ്മയും മരിച്ചാൽ പോലും അവരെ പേര് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. കാരണം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കഥ. ഒരു ചെറുപ്പക്കാരന് സൗദി അറേബ്യയിൽ 3.5 ലക്ഷം റുപ്യ മാസ ശമ്പളം, 3.5 ലക്ഷം റുപ്യ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചുപോയതാ. ഉമ്മയാണ് അവനെ വളർത്തിയത്. അവസാനം നാട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓൻ്റെ ഭാര്യനോട് നമ്പർ വാങ്ങി ഗൾഫിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉമ്മാന്റെ വയറ്റിലൊരു മുഴയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല, അതുകൊണ്ട് ഇനി തിരിച്ചു വന്ന് നല്ല നിലക്ക് ഉമ്മാനെ നോക്കിയാൽ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും. 3.5 ലക്ഷം രൂപൻ്റെ ജോലിയോ രാജിവെച്ചു, നാട്ടിക്ക് വന്നു. ഉമ്മനെ അറിയിക്കാതെ ഉമ്മാനെ പൊന്നുപോലെ നോക്കി. 8 മാസം ഒരു പൈതലിനെ നോക്കുന്നത് പോലെ ആ മോന്മാനെ നോക്കി. അവസാനം ഇക്രൗ ഹോസ്പിറ്റലിൻ്റെ ICUവിൻ്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിൻ്റെ പെടച്ചിലിന് മുൻപ് ആ ഉമ്മ പറഞ്ഞു, എനിക്കിൻ്റെ മോനെ ഒന്ന് കാണണമെന്ന്. അകത്തേക്ക് വിളിച്ച് ആ മോൻ്റെ കൈ അമർത്തിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞത്, അവൻ ഇപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് പറയും, എൻ്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് എൻ്റെ അമ്മനോട് അവസാനം പറഞ്ഞത്, മോനെ ഇനി പടച്ചോൻ ഇനി ഉമ്മാക്കൊരു മോനെ തരുമെങ്കിൽ മോനായിട്ട് എന്നെ തന്നെ ഉമ്മ ചോദിക്കൂട്ടോ എന്ന്. അതും പറഞ്ഞിട്ട് എൻ്റെ അമ്മ എൻ്റെ കൈമെന്ന് മരിച്ചു പോയത്. എന്നിട്ടോൻ പറയുന്നൊരു വാക്കുണ്ട്, 3.5 ലക്ഷം അല്ല 3.5 കോടി ഉറുപ്പിനേക്കാൾ അവസാനം ജമ്മ പറഞ്ഞ ആ വാക്ക് മതി എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി. അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ 16 ദിവസം ഉമ്മ സൂക്കേടായി കിടന്നിട്ടും ഉമ്മക്ക് മോനെ ഒന്ന് കാണാൻ പൂതിയുണ്ട്, ഉമ്മക്ക് പേരക്കുട്ടികളെ ഒന്ന് കാണാൻ പൂതിയുണ്ട് എന്ന് കേട്ടിട്ടും ചെന്നു നോക്കാതെ അവസാനം മരിച്ചെന്ന് കേട്ടപ്പോൾ ഉള്ളത് പൂട്ടി വെച്ച് വീട്ടിക്ക് പോന്ന് ആ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് പിന്നെന്ത് ചെയ്യുന്ന വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അള്ള പറഞ്ഞൊരു വാക്കുണ്ട്, ദുനിയാവ് തന്നെ പടച്ചോൻ ആ മക്കൾക്ക് അതിൻ്റെ സങ്കടം അനുഭവിപ്പിച്ചിട്ടേ അള്ള തിരിച്ചു വിളിക്കൂ. അത് മക്കളായാലും ശരി, മരുക്കളാണെങ്കിലും ശരി.